നമുക്കിന്ന് ഒരു മാങ്ങാപ്പുളിശ്ശേരി തയ്യാറാക്കാം. മാങ്ങാക്കറിക്ക് ആവശ്യമായ നാട്ടുമാങ്ങ എടുക്കുക. ഞാനിവിടെ ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും മാങ്ങാക്കറി വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വാദിഷ്ടമായി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നാട്ടുമാങ്ങയാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആ മാങ്ങയുടെ പുറംതൊലി കളഞ്ഞ് എടുക്കാം. പുറംതൊലി കളയുന്ന സമയത്ത് അതിനകത്ത് കേടുപാടുകൾ വല്ലതും ഉണ്ടോ എന്നും പുഴുവോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നല്ലപോലെ പഴുത്ത മാങ്ങ തന്നെയാണ് എപ്പോഴും മാങ്ങാക്കറി വയ്ക്കാൻ വേണ്ടി നല്ലത്. ഫ്രഷ് മാങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്. കറിക്ക് ആവശ്യമായ കറിവേപ്പില, 2 പച്ചമുളക്, ഇത് എല്ലാം കൂടെ ചേർത്ത് ഞാൻ മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. മുളകും 2 മുളക് ഞാൻ കട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടായത് കൊണ്ട് 2 മുളക് ഞാൻ ചേർത്തുള്ളൂ. ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. അത് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ മാങ്ങ വേവാൻ വേണ്ടുന്ന വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിച്ച് അടുപ്പത്ത് വെച്ചു. നമുക്കൊരു പാത്രം എടുത്ത് അത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് അരപ്പ് തയ്യാറാക്കാനായി തേങ്ങ, ജീരകപ്പൊടി, ചുവന്നുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിൽ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. മാങ്ങ വേവുന്നത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പ് നമുക്ക് വെന്ത മാങ്ങയിലേക്ക് ചേർക്കാം. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന മാങ്ങ വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് അരപ്പ് ചേർക്കാം. ചേർത്ത് നല്ലപോലെ ഇളക്കി തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് എടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് മിക്സിയിലടിച്ച് തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് അത് തിളയ്ക്കരുത്. ഒരിക്കലും തിളയ്ക്കാൻ വയ്ക്കരുത്. നല്ലപോലെ ചൂടായി കഴിഞ്ഞ് ഉപ്പും ഒക്കെ നോക്കി പരുവത്തിന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറക്കാം. കടുക് വറക്കാനുള്ള കടുക്, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രം വെച്ച് നമുക്ക് കടുക് വറുത്ത് എടുക്കണം. അതിന് പാത്രം ഗ്യാസിലേക്ക് വയ്ക്കുന്നു. പാത്രം ചൂടായി കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കടുക് വറുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. കടുക് വറുത്ത് തയ്യാറായിട്ടുണ്ട്. നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്വാദിഷ്ടമായ മാങ്ങാക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.